കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് മെയിൻ്റനൻസ് അണ്ടർ ഹിന്ദു ലോ എന്ന് പറയുന്നത്. അതായത് ഒരു ഹിന്ദു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ്റനൻസ് ലഭിക്കുവാനായിട്ട് ഏതെല്ലാം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആർക്കെല്ലാം മെയിൻ്റനൻസ് ലഭിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ്സാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ലഭിക്കുവാനായിട്ടുള്ള ഒരു സെക്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ലഭിക്കുവാനായിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിലെ സെക്ഷൻ 18 ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷൻ 18 എന്ന് പറയുമ്പോൾ അതിൽ 3 സബ്സെക്ഷൻ വരുന്നുണ്ട്. സെക്ഷൻ 18 ക്ലോസ് 1, സെക്ഷൻ 18 ക്ലോസ് 2, സെക്ഷൻ 18 ക്ലോസ് 3 എന്ന് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻസ്. അപ്പം നമുക്ക് ആദ്യം സെക്ഷൻ 18 ക്ലോസ് 1 ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ലഭിക്കുവാനായിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, അണ്ടർ ദിസ് സബ്സെക്ഷൻ ദ ഹസ്ബൻഡ് ഈസ് ഒബ്ലിഗേറ്റഡ് ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് ഡ്യൂറിങ് ഹെയർ ലൈഫ് ടൈം എന്നാണ് അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. എന്ന് പറയുകയാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഭാര്യയുടെ ജീവിതകാലം മുഴുവൻ നോക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ആർക്കുണ്ട്? ഭർത്താവിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇത് പറഞ്ഞ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഹസ്ബൻഡ്സ് പേഴ്സണൽ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് വിച്ച് ബിഗിൻസ് വിത്ത് ദി മാരേജ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദി മെരിറ്റൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചുമ്പോൾ ആ ഒരു കാലഘട്ടം പ്രത്യേകം പറയുന്നുണ്ട്. അതായത് കല്യാണം കഴിച്ച അന്ന് മുതൽ അവരുടെ മെരിറ്റൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന കാലത്തോളം എന്ത് ചെയ്യണം, ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ദ ഇംപെറേറ്റീവ് ഡ്യൂട്ടി ഓഫ് ദ ഹസ്ബൻഡ് ടു മെയിൻറ്റെയിൻ എ വൈഫ് ഹു റിസൈഡ്സ് വിത്ത് ഹിം എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന കാലത്തോളം, റിസൈഡ്സ് വിത്ത് ഹിം കാലത്തോളം എന്ത് ചെയ്യണം, ഈ ഭാര്യയെ ഭർത്താവ് സംരക്ഷിച്ച് കൊള്ളണം. നാലാമത്തെ പോയിന്റ്, ദ ഹസ്ബൻഡ്സ് ഒബ്ലിഗേഷൻ ഓഫ് മെയിൻ്റനൻസ് കംസ് ടു എൻ എൻഡ് ഓൺലി വെൻ ഷീ ലീവ്സ് ഹിം വിത്തൗട്ട് എനി ജസ്റ്റിഫയബിൾ കോസ് ഓർ ഹിസ് കൺസെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുവാനായിട്ട് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഭർത്താവിന് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന ആ ഒരു ഒബ്ലിഗേഷനിൽ നിന്നും അല്ലെങ്കിൽ ആ കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എല്ലാ സമയത്തും എന്ത് സംഭവിക്കണമെന്നില്ല, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോവാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൂലമാണ് ഭാര്യ ഭർത്താവിൻ്റെ അടുത്തിൽ നിന്ന് മാറിപ്പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഭർത്താവിൻ്റെ കൂടെ താമസിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെലവിന് കൊടുക്കണ്ട എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ എന്താണ് പറയണത്, മാറിപ്പോകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് പ്രകാരമാണ് ഭാര്യ മാറിപ്പോകുന്നത് എന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യണം, ചെലവിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സെക്ഷൻ 18 ക്ലോസ് 2 എന്ന് പറയുന്നത്. പോയിന്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. Under this subsection, a wife who lives separately from her husband with a justifiable cause or his consent is entitled to maintenance എന്നാണ് പറയുന്നത്. ഭർത്താവിൽ നിന്നും അകന്ന് താമസിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മാറി താമസിക്കാം. അങ്ങനെ മാറി താമസിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ചെലവിനുള്ള തുക മേടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് ഗ്രൗണ്ട്സ് സ്റ്റേറ്റിംഗ് വെൻ എ വൈഫ് ക്യാൻ ലീവ് സെപ്പറേറ്റ്ലി ആൻഡ് സ്റ്റിൽ ക്ലെയിം മെയിൻ്റനൻസ് ഫ്രം ഹെർ ഹസ്ബൻഡ്. ആ ഗ്രൗണ്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 7 ഗ്രൗണ്ടുകളാണ് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് പൈസ മേടിക്കാനുള്ള 7 ഗ്രൗണ്ടുകൾ. ഒന്നാമത്, ഇഫ് ദ ഹസ്ബൻഡ് ഹാസ് ഡെസേർട്ടഡ് ഹെർ
ഫോർ എനി പീരിയഡ് ഓഫ് ടൈം. ഭാര്യനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു റീസണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഭാര്യനെ വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ഗൾഫിലേക്ക് പോകുന്നതോ ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതോ ഒന്നും എന്തല്ല ഡെസേർഷനായിട്ട് കണക്കാക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. സെക്കൻഡ് പോയിന്റ്, ഇഫ് ദ ഹസ്ബൻഡ് ഹാസ് ട്രീറ്റഡ് ഹെയർ വിത്ത് ക്രൂവാലിറ്റി. ഭാര്യയോട് ഭർത്താവ് എന്ത് ചെയ്യുന്നു? വളരെ ക്രൂരമായി പെരുമാറുകയാണ്. ഭർത്താവിൻ്റെ കൂടെ താമസിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് ഒരു വിധത്തിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? മാറി താമസിക്കാം, ചെലവിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാം. മൂന്നാമതായിട്ട്, ഇഫ് ദ ഹസ്ബൻഡ് ഈസ് സഫറിംഗ് ഫ്രം എ വൈറുലന്റ് ഫോം ഓഫ് ലെപ്രസി. അതായത് ഭർത്താവിന് ഏതെങ്കിലും തരത്തിലുള്ള കുഷ്ഠരോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മാറി താമസിക്കാം, ചെലവിന് പണം ചോദിക്കാം. പക്ഷേ ഈ ലെപ്രസി എന്ന് പറയുന്നത് പിടുത്തി കിടന്നിട്ടുണ്ട്. നാലാമതായിട്ട്, ഇഫ് ഹി ഹാസ് അനദർ ലിവിങ് വൈഫ്. എന്ന് മാത്രമല്ല, മാറി താമസിക്കുമ്പോൾ ഈ ഭർത്താവിന് നിലവിൽ വേറെ ഒരു ഭാര്യയും കൂടിയും ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മാറി താമസിക്കാം, ചെലവിന് പണം ചോദിക്കാം. അഞ്ചാമതായിട്ട്, ഇഫ് ഹി കീപ്സ് എ കുക്കുംബാൻ അറ്റ് ഹോം ഓർ എനി അതർ പ്ലേസ്. ഭാര്യ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്കൻഡറി സെറ്റപ്പ് സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ, മനസ്സിലായില്ലേ, കൊണ്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക്